ഇതിനെ വേണമെങ്കിൽ ഒരു വീക്കെൻഡ് വ്ളോഗെന്നോ സാറ്റർഡേ ഇൻ മൈ ലൈഫെന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. എന്തൊക്കെയാണേലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു ടു ഡു ലിസ്റ്റുമെന്നാണ്. എക്സാം ആയതുകൊണ്ട് തന്നെ വീക്കെൻഡ്സ് ഒന്നും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണില്ല. അങ്ങനെ ഒരു മോട്ടിവേഷനൊക്കെ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയിട്ട് ടേബിളിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആണ്ട് ഒട്ടിച്ച് വെച്ച്. കുറേ മുമ്പ് തന്നെ അവിടെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ടൈം ടേബിളൊക്കെ എഴുതിയിട്ട് അത് നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ വിചാരിച്ച് ഈ പറഞ്ഞ പോലെ ഒരു മോട്ടിവേഷൻ്റെ പുറത്ത് അവിടെ എഴുതി വെച്ച് ഒട്ടിച്ച് ചെയ്യുന്നത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ ഇതിൻ്റെ പാഠങ്ങളൊന്നും റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞില്ല. ടേബിളിൽ പ്ലാൻസ് വെക്കാനായിട്ടൊക്കെ ഒരു സമാധാനമില്ലേന്ന്. ആ ഇൻട്രസ്റ്റൊക്കെ ഇപ്പോൾ എടുക്കോ പോയി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചെടികളൊന്നും തിരിഞ്ഞു നോക്കില്ല. അതിൻ്റെതാണ് കാണുന്നത്. ആകെ കേട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന ലീഫൊക്കെ കേടുവന്ന് പോവുകയാണെങ്കിലും പുതിയതായിട്ട് 2 പുതിയ ലീഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്സൊക്കെ തോന്നി. അങ്ങനെ അത് കുറച്ച് നേരം നോക്കിയൊക്കെ ഇരുന്നിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചിട്ട് അതിലേക്കുള്ള ചായയിട്ട് ഇങ്ങോട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പോന്നു. പഠിക്കുമ്പം ഒരു എനർജി ഡ്രിങ്ക് പോലെ കട്ടൻ ചായയാണ് കുടിക്കുന്നത്. ഇത് കണ്ടിട്ട് കട്ടൻ ചായ ആണെന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാവും. ഞങ്ങളോട് അങ്ങനെയാണ് വളരെ ലൈറ്റായിട്ട് ചെറിയ കളറിൽ കട്ടൻ ചായ ഉണ്ടാവല്ലേ. പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ട് ബുക്ക് എടുത്ത് മറിച്ച് നോക്കിയിട്ടാണെങ്കിൽ ഞാൻ പഠിക്കാൻ വിചാരിച്ച പാഠം കാണില്ല. അപ്പോൾ ഒന്നും ഞെട്ടിപ്പോയി. ഞാനിപ്പോൾ അത് എഴുതിയിട്ടില്ലേ എന്നൊക്കെ വിചാരിച്ച്. പിന്നെയാണ് ഓർമ്മ വന്നത് ഈ ബുക്കിലല്ല വേറെ ഏതോ ബുക്കിലാണ് എഴുതിയിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ എടുത്ത് കുറച്ച് നേരമൊക്കെ അതിങ്ങനെ വായിച്ചൊക്കെ ഇരുന്നു. ആ ഒരു ഇതിമക്ക് ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം എടുക്കുന്നുണ്ട്. പിന്നെ ഒന്നും മനസ്സിലാവാതൊക്കെ ആയപ്പോൾ വന്നപ്പോൾ ഞാൻ യൂട്യൂബ് ക്ലാസ് കേട്ടിട്ട് പഠിച്ചു. ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ പഠിക്കാനുള്ളൊരു കഴിവ് എനിക്കില്ല. അപ്പം ക്ലാസ് കേട്ട് നോട്ട് എഴുതിയിട്ട് പിന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതൊന്നിങ്ങനെ വായിച്ച് റിവൈസ് ചെയ്ത് നോക്കലാണ്. അങ്ങനെ പഠിക്കുന്നിടയിൽ വിശന്നപ്പം ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇപ്പി ഉണ്ടായിരുന്നു ഇവിടെ. അപ്പം അത് കുക്ക് ചെയ്ത് കഴിച്ചു. അങ്ങനെ നൂഡിൽസൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെയാണ് പഠിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. ശരിക്കും ഈ ഒരു ടൈമിൽ പഠിക്കുക പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്, പ്രത്യേകിച്ച് എനിക്ക്. കാരണം ഈ ഒരു ടൈമിലൊന്നും എനിക്ക് തീരെ പഠിക്കില്ല, ഒന്നും മനസ്സിലാവില്ല. എന്നിട്ട് ഞാൻ പഠിക്കാൻ എടുത്തുകൊണ്ടാണെങ്കിൽ ബോട്ടണിയാണ്, ഫുൾ തിയറി. എങ്ങനെയൊക്കെ കുത്തിയിരുന്ന് കുറേയൊക്കെ മനസ്സിലാക്കി പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ കുറേ ഇങ്ങനെ പഠിക്കണമാകുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കുമല്ലോ. അപ്പം ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വൈകുന്നേരം പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം പൂച്ചകളൊപ്പം ഇങ്ങനെ കളിച്ചു. ഇവിടെ ആകുമ്പോൾ ഇഷ്ടംപോലെ പൂച്ചകളുണ്ട്.
കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അങ്ങനെ ഓരോപ്പം കുറേ നേരമൊക്കെ ഇരുന്നു. പിന്നെ രാത്രിയപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒരു കേക്കിന് വേണ്ടിയിട്ട് ക്രേവിങ്സ് ഉണ്ട്. എനിക്ക് നല്ലോണം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കഴിക്കണം എന്ന് പറഞ്ഞപ്പം എൻ്റെ സിസ്റ്റർ ഓള് രാത്രി വന്നപ്പം ജോബ് കഴിഞ്ഞ് വന്നപ്പം കേക്കൊക്കെ ഇട്ട് വന്നു. ഞാൻ ശരിക്കും കൊണ്ടുവന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. സർപ്രൈസായിട്ട് കേക്കൊക്കെ കൊടുന്നു. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് അങ്ങനെ കേക്കൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു കേക്ക് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ. എന്തായാലും കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് പുറത്ത് പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇവിടെ തന്നെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ മാറ്റി റെഡിയായിട്ട് നടക്കുകയായിരുന്നു. ഇവിടുന്ന് കുറച്ച് നടന്നിട്ട് പിന്നെ ബസ്സിനാണ് പോയത്. അങ്ങനെ ഫുള്ളായിട്ടും വീടൊന്നും എടുത്തിട്ടില്ല. പിന്നെ പോകുന്നിടയിൽ ഓരോന്ന് കണ്ടപ്പോൾ അതൊക്കെ എടുത്തു. പിന്നെ ഇതാണ് നമ്മൾ എക്സ്പോയിലെത്തി. രസമുണ്ടായിരുന്നു. ഇതൊന്നും എനിക്കങ്ങനെ വലിയ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് ആയപ്പോൾ റൈഡൊക്കെ കയറി. പിന്നെ അവിടെ സിംഗേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഗസ്റ്റായിട്ട്. അങ്ങനെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് പിന്നെ റൈഡ് കയറാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പോയത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നല്ലോണം എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.